ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സദ്യയിലൊക്കെ കാണുന്ന ഒരു വിഭവമാണ് കൂട്ടുകറി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തയ്യാറാക്കുന്നത് ഒരു തേങ്ങയുടെ അരപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയാണ്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചക്കായ ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ക്യാരറ്റ്, ചേന ഒക്കെ ചെറുതായി അരിഞ്ഞതാണ്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു സ്ക്വയർ രൂപത്തിലാണ് എല്ലാ പച്ചക്കറിയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂട്ടുകറിയിലേക്ക് അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ സദ്യയിൽ പല വിഭവത്തിനും പല ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം കൂട്ടുകറിക്ക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ആ പച്ചക്കറിയുടെ അതേ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം നമ്മൾ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളമില്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോവും. ഇത് നമുക്ക് കുക്കറിലിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താലും മതിയാവും. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ചട്ടി നമുക്ക് വേറൊരു സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ സ്റ്റൗവിൽ വെച്ച് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ അത് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കും വേണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പം ഈ പാൻ ചൂടായി വന്നിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-3 ഡ്രൈ ചില്ലി കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇത് നല്ല ബ്രൗണിഷ് കളറാവണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പരുവമാകുന്നത്. അപ്പോൾ അത് കരിഞ്ഞു പോവാതെ അതുപോലെ വറുത്തെടുക്കുക. നമ്മുടെ കോക്കനട്ട് കളർ മാറി വരുന്നുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് തേങ്ങ ആയി കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ കറക്റ്റ് ഈ പരുവത്തിലായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മൾ തേങ്ങ വറുത്ത് വന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറി ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് പ്രത്യേക ഒരു ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഒരു മധുരം, ചെറുങ്ങനെ ഒരു മധുരം ഉണ്ടാവും, എരിവും ഉണ്ടാവും. അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. ഇനി അതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒഴിച്ചെടുക്കുക. നമ്മുടെ കറിയിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് അതിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്യുക. നമ്മുടെ കറിയിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ തീ ഓഫ് ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വറുത്ത് വെച്ച തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.